വഖഫ് ഹർജികളിൽ ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി. നിലവിൽ വഖഫായ സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണം. ഡീനോട്ടിഫിക്കേഷൻ പാടില്ലെന്നും പുതിയ നിയമനങ്ങൾ ഇപ്പോൾ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. കേന്ദ്രത്തിന് മറുപടി നൽകാൻ 7 ദിവസം അനുവദിച്ചു. തൽസ്ഥിതി തുടരണമെന്ന ഇടക്കാല ഉത്തരവുമായി സുപ്രീംകോടതി കേന്ദ്രത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച സമയം അനുവദിച്ചു. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട 5 ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഉപയോഗം വഴി വഖഫായ വസ്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുത്. വിശദവാദത്തിന് നോഡൽ കൗൺസിലർമാരെ നിയോഗിക്കുമെന്നും കോടതി അറിയിച്ചു. നിയമഭേദഗതി സ്റ്റേ ചെയ്താൽ അത് അപൂർവ നടപടിയായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചു. നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ സ്റ്റേ ചെയ്യുമ്പോൾ ചരിത്രം കൂടി പരിശോധിക്കണമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഗ്രാമങ്ങളിലെ ഭൂമിയെല്ലാം വഖഫാക്കി മാറ്റുകയാണ്. ഇത്രയും പരുഷമായ നിലപാട് കോടതി സ്വീകരിക്കരുതെന്നും വിശദമായ മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയം വേണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. തുടർന്ന് നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. നിയമനിർമ്മാണം മൂലം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. പുതിയ നിയമം അനുസരിച്ച് വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. വഖഫ് ഭൂമി സംബന്ധിച്ച് 100-ലധികം ഹർജികൾ സുപ്രീംകോടതിയിലെത്തിയിട്ടുണ്ട്. എല്ലാത്തിലും വാദം പറ്റില്ലെന്നറിയിച്ച കോടതി 5 ഹർജികളിൽ വിശദമായ വാദം കേൾക്കാമെന്നറിയിച്ചു. നിയമഭേദഗതിയിൽ വിശദവാദം തുടരും. മെയ് 5-ന് സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.